ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടർക്കിഷ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വേയിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറ് വേണം. അത് നനവൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിരിക്കുന്ന ജാറ് തന്നെ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഒരുപാട് നേരം ഇട്ട് അടിക്കാനൊന്നും പാടില്ല. അപ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോവും. അങ്ങനെ ചൂടാവാനൊന്നും പാടില്ല. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് നേരം ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറ് ചൂടാവാതെ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുകയും ചെയ്യും. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ അടിച്ചെടുത്തിട്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ മാറ്റി അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലോർ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലോർ മിക്സ് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഫ്ലോർ മിക്സ് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ആ ബാറ്റർ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 30 to 35 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 പിഞ്ച് ഉപ്പും അതുപോലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം അതുപോലെ നടുക്കേ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും നല്ല തിക്കായിട്ടുള്ള കേക്ക് നമുക്ക് വേണ്ട, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫുൾ കേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രംസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു കേക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനായിട്ടൊരു മിൽക്ക് സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 കപ്പ് പാലും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്തത്. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കട്ടിയായതുകൊണ്ട് ഞാൻ ഈ ഒരു മിക്സ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഈ ഒരു ട്രേയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മിൽക്ക് സിറപ്പ് ഉണ്ടല്ലോ, അത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച കേക്ക് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ച ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ക്രീം ഒന്ന് തണുത്ത് നല്ല സെറ്റായതിന് ശേഷം നമുക്ക് നമ്മുടെ കാരമൽ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കാരമൽ സിറപ്പിന് ഒട്ടും തന്നെ ചൂടുണ്ടാവരുത് കേട്ടോ. അപ്പോൾ ചൂടുണ്ടെങ്കിൽ നമ്മളെ ക്രീം മെൽറ്റായി പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ വരച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല കാണാൻ നല്ല ലുക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടർക്കിഷ് മിൽക്ക് കേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തത്. എന്നിട്ട് 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല മിക്സിയുടെ ജാറിൽ കേക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കി നല്ല സിമ്പിളായിട്ട് നമ്മൾ കേക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.